കോൺഗ്രസ് നേതാവ് വസന്ത് സിറിയക് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വസന്ത് സിറിയക്, ആദ്യം പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയായിരുന്നു ഈ ഒരു ചടങ്ങിൽ നിന്ന്. പിന്നീടാണ് പ്രതിപക്ഷ നേതാവിന് കത്ത് നൽകിയത് ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. എന്നാൽ കോൺഗ്രസിനെ അപമാനിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമെന്നാണ് പിന്നീടുള്ള ആരോപണം ഉയർന്നത്. എന്നാൽ ഇതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ചിത്രം പോലും ഒഴിവാക്കിക്കൊണ്ട് ഒരു പത്രപരസ്യം വരികയുണ്ടായി. അതിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം മാത്രമാണുള്ളത്. ഈ ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്കൊക്കെ വഴിവെക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഒരു വിഴിഞ്ഞം തുറമുഖ കമ്മീഷനുമായി ബന്ധപ്പെട്ട്? ആരാന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് നടത്തുക എന്ന് കേട്ടിട്ടില്ലേ? ആ പരിപാടിയാണ് വിഴിഞ്ഞത്ത് നടക്കുന്നത്. അത് സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും ചെയ്യുന്നത് അത് തന്നെയാണ്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി എന്നൊരു മനുഷ്യനെ മറന്നുകൊണ്ട് എങ്ങനെയാണ് ഇവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്? കോൺഗ്രസ് വിവിധ ഘട്ടങ്ങളിൽ കോൺഗ്രസിന്റെ MP-മാർ, MLA-മാർ, മുൻ മുഖ്യമന്ത്രിമാർ, പ്രതിപക്ഷ നേതാക്കൾ ഇവരെല്ലാം വളരെ കൃത്യമായി വിഴിഞ്ഞത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് പറഞ്ഞത് കേരള ജനതയുടെ ആവശ്യമാണ്. അതുപോലും ഇവർ അംഗീകരിച്ചില്ല. അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, പ്രോട്ടോകോൾ പ്രകാരം വിളിക്കേണ്ട പ്രതിപക്ഷ നേതാവിനെ പോലും ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ആദ്യം ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണല്ലോ, ട്രയൽ റണ്ണിന്റെ ഭാഗത്ത് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി. അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു മോദി ഗവൺമെന്റിന്റെ നയം അത് അതേപടി ഇവിടെ നടപ്പിലാക്കിയാണ് പിണറായി വിജയൻ. അതായത് കേരളത്തിലെ മോഡിയാണ് പിണറായി വിജയൻ എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് നടക്കുന്നത്. പക്ഷേ അവിടെ ഈ പിണറായി വിജയൻ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് അവിടെ പങ്കെടുക്കുന്നവർക്കെല്ലാം ഇതിന്റെ ഭാഗമായി കൊടുത്താലും, ഈ പറയുന്ന ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കൊടുത്താലും പിണറായി വിജയന് എന്തെങ്കിലും പങ്കുള്ളതായി അവിടെ വരുന്ന ആരെങ്കിലും, അദ്ദേഹത്തിന്റെ കൂടെ വരുന്ന കമലച്ചേടത്തെങ്കിലും വിശ്വസിക്കുമോ? വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ഒരു സർക്കാർ തുടങ്ങി വെച്ച പ്രവർത്തനം അത് മറ്റൊരു സർക്കാരാണ് കൊണ്ടുപോകുന്നത്. അതിൽ ഒന്നും രണ്ടും പിണറായി ഗവൺമെന്റുകൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരാണ് വിഴിഞ്ഞം വിഭാവനം ചെയ്തത്? വിഴിഞ്ഞം കടലോളം അഴിമതിയാണ് എന്ന് പറഞ്ഞ് ആ സമയത്ത് എതിർത്തതാരാണ്? അദാനി വരുന്നതിനെ ഏറ്റവും കൂടുതൽ അദാനി കോൺഗ്രസ് ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചതാരാണ്? നിയമസഭയിൽ രേഖകളില്ലേ? അന്ന് ഈ മാധ്യമങ്ങളൊന്നും ഇത്രമാത്രം ലൈവ് അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മാധ്യമങ്ങളുടെ ആർക്കൈവ്സ് കാണുന്നില്ല. പക്ഷെ നിയമസഭാ രേഖയിൽ കിടക്കില്ലേ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദനും മരണപ്പെട്ടു പോയ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനും എന്തൊക്കെയാണ് നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞത് എന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ നിയമസഭയ്ക്കുള്ളിൽ പോലും ഇത് വലിയ കൊള്ളയാണ്, കടൽ കൊള്ളയാണ് എന്ന് പറഞ്ഞിരുന്നവർ, നിയമസഭയ്ക്ക് വെളിയിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ ഇത് വലിയ കടൽ കൊള്ളയാണ് എന്ന് പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചവർ ഇന്ന് നാണവും മാനവും ഇല്ലാതെ ദേശീയ തലത്തിൽ തന്നെ അദാനിക്കെതിരെ പ്രമേയം പുറത്താക്കിയിട്ട് അതേ അദാനിയുടെ പരസ്യം വഹിക്കുന്ന കോട്ടുമിട്ട് അവിടെ പോയി മകനെയും കൊച്ചുമകളുടെ വീടിന്റെ അടുത്തുള്ള ചേട്ടനെയും കൊണ്ടുപോയി രാജാവ് എഴുന്നള്ളുമ്പോൾ രാജ്ഞിയും കുടുംബാംഗങ്ങളും എഴുന്നള്ളുന്ന പോലെ അവിടെ പോയി എഴുന്നള്ളത്ത് നടത്തിയാണ്. ആ എഴുന്നള്ളത്ത് നടത്തിയിട്ട് അവർ ആരാന്റെ കുഞ്ഞിന്റെ ചടങ്ങ് നടത്താൻ വേണ്ടി, നൂലുകെട്ട് നടത്താൻ വേണ്ടി പോവുകയാണ്. നാണമാവുന്നില്ല എന്നുള്ളതാണ്. നെറികേട് കാണിക്കുക. എന്നിട്ട് ആ നെറികേടിന് നാണവും മാനവും ഉളുപ്പുമില്ലാതെ, കടത്തി പറയാതിരിക്കാൻ പറ്റില്ല, നാണവും മാനവും ഉളുപ്പുമില്ലാതെ ആ നെറികേട് കൊണ്ട് ആഘോഷിക്കാൻ പോവുകയാണ്. ഇപ്പൊ അങ്ങ് പറഞ്ഞു, രണ്ടാമത്തെ അങ്ങയുടെ സ്റ്റാൻസിൽ അങ്ങ് പറഞ്ഞ എന്താണ്? ഇപ്പോ മോദി അദ്ദേഹത്തിന്റെ മാത്രം ചിത്രം വെച്ചുകൊണ്ട് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട പത്രപരസ്യം കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോ പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് ഇവിടെ എന്താണോ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തോട് പിണറായി വിജയൻ ചെയ്തത് അത് പിണറായി വിജയനോട് മോദി ചെയ്തു എന്നുള്ളതാണ്. രണ്ടു പേർക്കും ഈ പണി തന്നെയാണ് അറിയാവുന്നത്. അത് അതിന്റെ പ്രോയും ലൈറ്റും വേർഷനുകളാണ്. അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പിണറായി വിജയൻ എന്തൊക്കെ കാണിച്ചാലും, ഇനി അവിടെ എന്തൊക്കെ മാമാങ്കങ്ങൾ കാണിച്ചു കൂട്ടിയാലും ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന്റെ ഓർമ്മയാണ് വിഴിഞ്ഞം. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന്റെ വിയർപ്പാണ് വിഴിഞ്ഞം. ഉമ്മൻചാണ്ടി എന്ന ക്രാന്തദർശിയായ ഒരു മുഖ്യമന്ത്രിയുടെ, ഒരു നേതാവിന്റെ, ഒരു കോൺഗ്രസുകാരന്റെ ബുദ്ധിയിൽ ഉദിച്ച അദ്ദേഹത്തിന്റെ വിഭാവനത്തിൽ ഉദയം കൊണ്ട സംഭാവനയാണ്, കേരളത്തിന് നൽകിയ സംഭാവനയാണ് വിഴിഞ്ഞം എന്നത് ഇനിയുള്ള തലമുറ എത്ര മാറി വന്നാലും അവരെല്ലാം ഓർത്തിരിക്കും. അവിടെ പിണറായി വിജയന് പൂച്ചയ്ക്ക് പൊന്നു നിൽക്കുന്നിടത്ത് ഒരു കാര്യവുമില്ല എന്ന് പറയുന്നത് പോലെ യാതൊരു പങ്കുമില്ല, യാതൊരു കാര്യവുമില്ല. നേരത്തെ നമ്മോട് പ്രതികരിച്ച ഇടത് സഹയാത്രികൻ ശ്രീ B. ജയരാജ് അടക്കം പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഒരു
കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്. അതിലേക്ക് രാഷ്ട്രീയം കലർത്തേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ രാഷ്ട്രീയം പറയണം. കാരണം ഒരു കാര്യങ്ങൾക്കും, അതായത് വികസനത്തിന്റെയോ മറ്റൊരു കാര്യങ്ങൾക്കോ ഒന്നിച്ചു നിൽക്കാത്തൊരു സമീപനമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉണ്ടാകുന്നത്. ഈ ഒരു വിഷയത്തിൽ പോലും തുരങ്കം വയ്ക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ഒപ്പം തന്നെ ഇതിനുള്ളിൽ അഴിമതിക്ക് ശ്രമം നടത്തിയിരുന്നു. ഇതെല്ലാം മറികടന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഇടതുപക്ഷമാണ് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നത്. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? അല്ല, ബി ജയരാജിന്റെ ഡോക്ടറേറ്റ് ഈ ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്നതിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എന്റെ സ്നേഹിതനൊക്കെയാണ്, പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശ്രീ ബി ജയരാജ് പത്രമൊന്നും വായിക്കാറില്ലേ? പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും ആദ്യം എടുത്ത തീരുമാനങ്ങളിൽ ഒന്ന് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ വെച്ചു എന്നുള്ളതാണ്. ആ കമ്മീഷൻ തിരുവനന്തപുരത്തും എറണാകുളത്തും സിറ്റിങ്ങുകൾ നടത്തി. ഒരാള് പോയി മൊഴി കൊടുത്തില്ലല്ലോ. ഇത് വലിയ അഴിമതിയാണ്, അഴിമതിയുടെ തുരങ്കമാണ്, നുരയാണ്, പതയാണ് എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി പോലും, പിണറായി വിജയന്റെ പെട്ടിയും ഇതും താങ്ങുന്ന ക്ലർക്കിനെ പോലും പറഞ്ഞു വിട്ടില്ലല്ലോ ഒരു മൊഴി കൊടുക്കാൻ. എന്തുകൊണ്ടാണ് ആ കമ്മീഷൻ ഇതിൽ അഴിമതിയില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് പിണറായി വിജയന് ഒരു അഴിമതിയുടെ കണിക പോലും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് 7-8 വർഷം ഭരിച്ചിട്ട് പോലീസിനെയും ക്രൈംബ്രാഞ്ചിനെയും വിജിലൻസിനെയും എല്ലാം കയ്യിൽ വെച്ചിട്ടും ആ എഗ്രിമെന്റിൽ ഒരു അഴിമതിയുടെ കണിക പോലും കണ്ടെത്താൻ സാധിക്കാഞ്ഞത്? അത് പറയണ്ടേ? അപ്പോ അഴിമതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർ പറയണം ഇന്നതാണ് അഴിമതി. ഇനി വികസനത്തിന് തുരങ്കം വെക്കുന്ന നയം സ്വീകരിച്ചു എന്ന് പറയുന്നു. ആരാ വികസനത്തിന് തുരങ്കം വെക്കുന്ന നയം സ്വീകരിച്ചെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് നിയമസഭയ്ക്കുള്ളിൽ, നിയമസഭയ്ക്ക് വെളിയിൽ ഈ പദ്ധതിയുമായി വരുമ്പോ ഇത് വലിയ അഴിമതി പദ്ധതിയാണ് എന്ന് പറഞ്ഞ് അന്ന് ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടാടിയത് ആരാണ്? ഇനി വികസന പദ്ധതികളിൽ രാഷ്ട്രീയം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുകയാണ്. ആ രാഷ്ട്രീയം ഇല്ലാതെ പെരുമാറുന്ന സർക്കാരാണ്. അങ്ങനെ സർക്കാരിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും പ്രതിപക്ഷം അതിനെ അവിടേക്ക് വിളിക്കും. യാതൊരു എന്താ പറയുന്നത് വിവാദത്തിനും ഇട കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വിവാദവും ഉണ്ടാവില്ല. പ്രതിപക്ഷം അവിടെ ചെല്ലുന്നു, അദ്ദേഹം സംസാരിക്കുന്നു. ഏറിപ്പോയാൽ ഉമ്മൻചാണ്ടിയെ പറ്റി 2 വാക്കുകൾ അദ്ദേഹം പറഞ്ഞ് മടങ്ങിപ്പോകും. അതിൽ കൂടുതൽ സർക്കാരിന് എന്ത് അസ്വാരസ്യമാണ് ഉണ്ടാകുന്നത്? അപ്പൊ സർക്കാരിനെ സംബന്ധിച്ച് ഇതിൽ രാഷ്ട്രീയം കളിക്കാൻ മതിയാവുകയുള്ളൂ. അവരെ സംബന്ധിച്ച് അവർക്കറിയാം കോൺഗ്രസ്സുകാരായിട്ടുള്ള ആരെങ്കിലും ഞങ്ങളുടെ ബൂത്ത് പ്രസിഡന്റ്, പ്രതിപക്ഷമാണ് വേണ്ടത്, കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റെങ്കിലും അവിടെ ചെന്നാൽ ജനം ഉമ്മൻചാണ്ടി ഓർക്കും, ജനം കോൺഗ്രസ് കാലത്തെ എന്താ പറയുന്നത് സുരക്ഷിതമായൊരു വികസന കാലത്തെ പറ്റി ഓർക്കും എന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ പിണറായി വിജയന്റെ എല്ലാ ഇമേജും എല്ലാ സാധ്യതകളും അങ്ങനെ ഒരു കോൺഗ്രസ്സുകാരൻ അവിടെ വന്നാൽ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള വെപ്രാളം പിടിച്ചത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയേക്കാം എന്ന് അദ്ദേഹം ആദ്യം തീരുമാനിച്ചത്. പിന്നീട് അത് വിവാദമാകുന്നു, പ്രോട്ടോകോൾ ലംഘനമാണ് എന്നുള്ളത് മനസ്സിലാവുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു രക്ഷയുമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ വീണ്ടും വിളിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.